നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിങ്ങത്തൂരിൽ ഓടുന്ന ബസ്സിൽ കണ്ടത്തിരെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കൂടി റിമാൻഡിൽ. ഇതോടെ മുഴുവൻ പ്രതികളും പിടിയിലായി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അഭിയുക്തതയുണ്ടെന്നും ജസ്റ്റിസ്. പാറാൽ പൊതുവച്ചേരിയിൽ ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ വാട്ടർ ടാങ്ക് 10 ദിവസത്തിനകം സുരക്ഷാ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയോ പൊളിച്ചുമാറ്റുകയോ ചെയ്യണം. ഉത്തരവ് ജില്ലാ കളക്ടറുടേത്. തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ഉത്തരവ് കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റുമാർ പ്രക്ഷോഭ രംഗത്ത്. തലശ്ശേരി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൊട്ടിൽപ്പാലം നാദാപുരം തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് കണ്ടക്ടർ ഇരിങ്ങണ്ണൂരിലെ K വിഷ്ണുവിനെ പെരിങ്ങത്തൂർ വെച്ച് മർദ്ദിച്ച കേസിൽ പ്രധാന പ്രതികളായ 4 പേർ തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി. ഒളിവിൽ കഴിയുകയായിരുന്ന 4 പ്രതികളുമാണ് കോടതിയിൽ ഹാജരായത്. ഹാജരായതിനു പിന്നാലെ കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. തലശ്ശേരി പെരിങ്ങത്തൂർ തൊട്ടിൽപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ് കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി K വിഷ്ണുവിനെ ബസ്സിൽ കയറി ക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ 3 ആഴ്ചയോളം ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കോടതിയിൽ ഹാജരായത്. നാദാപുരം വെള്ളൂർ സ്വദേശി വിശ്വജിത്ത്, പെരിങ്ങത്തൂർ സ്വദേശി വട്ടക്കണ്ടി സവാദ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജില്ലാ കോടതി തള്ളിയത്. ഇതോടെ വിശ്വജിത്ത്, സവാദ്, വിഷ്ണു, ജിനേഷ് എന്നീ പ്രതികൾ കോടതിയിൽ ഹാജരാവുകയായിരുന്നു. വധശ്രമം ഉൾപ്പെടെ 9 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശക്തമായ തെളിവുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യഹർജി തള്ളിയത്. ഏറെ പൊതുജന ശ്രദ്ധയാകർഷിച്ച കേസായതുകൊണ്ട് തന്നെ പ്രതികളെ സംരക്ഷിക്കുന്നവരെ കൂടി ഉൾപ്പെടുത്തി പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. സംഭവത്തിൽ 8 പേർക്കെതിരെയാണ് ചൊക്ലി പോലീസ് വധശ്രമത്തിന് കേസെടുത്തത്. അക്രമി സംഘത്തിലെ വാണിമേൽ കൊടിയൂറ സ്വദേശി കുഞ്ഞിപ്പറമ്പത്ത് സൂരജ്, കുറ്റ്യാടി കായക്കൊടി നടുവണ്ണൂരിൽ താഴെപ്പാറയുള്ള പറമ്പത്ത് KC ബിനീഷ്, തൂണേരി കുഞ്ഞിത്തൈയുള്ളതിൽ KT സിജേഷ് എന്നിവരെ ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ KV മഹേഷിന്റെ നേതൃത്വത്തിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവ ദിവസം തന്നെ സ്ഥലം വിട്ട വിശ്വജിത്തിനെയും സവാദിനെയും കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുന്നതിനിടയിലാണ് 2 പേരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി ജില്ലാ കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ 29-ാം തീയതിയാണ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കണ്ടക്ടർക്ക് ക്രൂര മർദ്ദനമേറ്റത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജയിൽ ചാട്ടത്തിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട്. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട്. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് കമ്പി മുറിക്കുക എളുപ്പമല്ലെന്നും കാലപ്പഴക്കം ചെന്ന സെല്ലുകൾ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ദിവസങ്ങളെടുത്ത് ഒരു ജയിലിലെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ടൂള് അയാൾക്ക് കിട്ടാനും ആ ടൂൾ അയാൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചത് ഒരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുത് അഞ്ഞൂർ ജയിലിൽ. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല, കൈകൊണ്ട്. അല്ല, ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ. അങ്ങനെ 4 കമ്പിയുടെ 8 വശം മുറിച്ചിട്ടുണ്ട്. അതായത് 8 കമ്പി മുറിച്ച പോലെയാണ്. ആ 8 കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും. ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര തിക്ക് കമ്പികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവർ ഒരു വളരെ ന്യായമായ ഒരു കാരണം പറഞ്ഞു. കാര്യം ഈ പട്ടിയും പൂച്ചയൊന്നും കയറാണ്ടിരിക്കാനായിട്ട് തുണി കൊണ്ട് മറച്ചിരുന്നു, അടിഭാഗം മാത്രം. അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് മറച്ച തുണിക്കകത്തെ കേബിൾ കമ്പി കുറേശ്ശെ കട്ട് ചെയ്തതായിട്ട് അവരൊരിക്കലും ധരിച്ചിരുന്നില്ല. അപ്പോൾ ഒരിക്കലും അത് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്താൻ സഹായിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പലയിടങ്ങളിലും മതിൽ തകർച്ചാ ഭീഷണിയിലാണ്. ഉദ്യോഗസ്ഥർ ഇതെല്ലാം അറിഞ്ഞില്ല എന്നത് അത്ഭുതമാണെന്നും ജസ്റ്റിസ് പറഞ്ഞു.
തലശ്ശേരിക്കടുത്ത പാറാൽ പൊതുവാച്ചേരിയിൽ ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ വാട്ടർ ടാങ്ക് 10 ദിവസത്തിനകം സുരക്ഷാ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യണമെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. പ്രദേശവാസികളും സ്കൂൾ വികസന സമിതി നൽകിയ പരാതികൾ പരിഗണിച്ചാണ് കലക്ടറുടെ ഉത്തരവ്. തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ഉത്തരവ് കൈമാറി. 5 വർഷം മുമ്പാണ് 20,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന കൂറ്റൻ വാട്ടർ ടാങ്ക് തലശ്ശേരി നഗരസഭ പാറാൽ പൊതുവാച്ചേരിയിൽ പണിതത്. സമീപത്തെ വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നായിരുന്നു ഇത്. കനത്ത മഴയിൽ ഇക്കഴിഞ്ഞ ജൂൺ 6-ന് ഇന്ദ്രാസിൽ വി രശ്മിയുടെ വീടിന്റെ സൺഷെയ്ഡിലേക്കുൾപ്പെടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നിടത്തെ മണ്ണിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായി. അന്നു മുതൽ പാനൂരിലെ കുടുംബ വീട്ടിൽ മാറി താമസിക്കുകയാണ് രശ്മിയും മക്കളും പ്രായമുള്ള രക്ഷിതാക്കളും. അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് വീണാൽ 5ഓളം വീട്ടുകാരെ സാരമായി ബാധിക്കും. വീടുകളിൽ കിടപ്പ് രോഗികൾ അടക്കമുള്ളവരുണ്ടെന്നും എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് സമീപവാസികളായ വീട്ടുകാർ. വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായതോടെ സമീപത്തുള്ള പൊതുവാച്ചേരി വെസ്റ്റ് LP സ്കൂൾ അധികൃതരും ഭീതിയിലായിരുന്നു. സ്കൂളിന്റെ മൂത്രപ്പുര സ്ഥിതി ചെയ്യുന്നതും വാട്ടർ ടാങ്കിന് സമീപത്തു തന്നെയാണ്. എത്രയും വേഗം ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസി രശ്മി കളക്ടർക്കും കുട്ടികളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വികസന സമിതി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനുമാണ് പരാതി നൽകിയത്. ഈ പരാതികളെല്ലാം പരിഗണിച്ചാണ് ടാങ്ക് 10 ദിവസത്തിനകം സുരക്ഷാ ഭിത്തി കെട്ടി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പൊളിച്ചു കളയാനോ കലക്ടർ ഉത്തരവിട്ടത്. അതേസമയം വാട്ടർ ടാങ്ക് പൊളിച്ചുമാറ്റി ഭീതി പൂർണ്ണമായും അകറ്റണമെന്ന നിലപാടിലുറച്ചാണ് വീട്ടുകാരും അധ്യാപകരുമുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ഇലക്ഷൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ എടാട്ട് ക്യാമ്പസിൽ SFI നേതാക്കൾ അക്രമം അഴിച്ചുവിട്ടുന്ന ആരോപണവുമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ. പരാജയഭീതി കാരണമാണ് ഫ്രറ്റേണിറ്റിക്ക് വേണ്ടി നോമിനേഷൻ നൽകാനെത്തിയ ഫഹീം ഇബ്രാഹിമിനെ SFI നേതാക്കൾ തട്ടിക്കൊണ്ടുപോയതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്യാമ്പസുകളിൽ ഇനിയും അക്രമരാഷ്ട്രീയം അനുവദിക്കാൻ കഴിയില്ലെന്നും കാലങ്ങളായി SFI ഭരിക്കുന്ന മിക്ക ക്യാമ്പസുകളിലും ഇതേ അവസ്ഥ തന്നെയാണെന്നും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കൊടി പറഞ്ഞു. വ്യത്യസ്ത ക്യാമ്പസുകളിൽ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മത്സരിക്കുകയും നമ്മുടെ പ്രവർത്തകർ വ്യത്യസ്ത ക്യാമ്പസുകളിൽ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ ബ്രണ്ണൻ കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ മത്സരിക്കുകയും മുൻവർഷങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടുള്ള പയ്യന്നൂർ എടാട്ട് ക്യാമ്പസിൽ ഫ്രറ്റേണിറ്റിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ സഹോദരൻ ഫഹീം അവിടെ നോമിനേഷൻ നൽകാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയും നോമിനേഷൻ അതിൻ്റെ പേപ്പറുകൾ പൂർത്തിയാക്കി റിട്ടേണിംഗ് ഓഫീസർക്ക് സമർപ്പിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മറ്റാരും നോമിനേഷൻ നൽകരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെയുള്ള SFIയുടെ നേതാക്കൾ ചേർന്ന്, SFIയുടെ പ്രവർത്തകരല്ല, SFIയുടെ നേതാക്കൾ ചേർന്ന് ക്യാമ്പസിലെയും അതുപോലെ തന്നെ ജില്ലയിലെയും നേതാക്കൾ ചേർന്ന് പിന്നെ അവിടെ ബലമായി കാറിലേക്ക് പിടിച്ച് കയറ്റുകയും ക്യാമ്പസിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ മറ്റൊരു ക്യാമ്പസിലേക്ക് പയ്യന്നൂർ കോളേജിലെ ക്യാമ്പസിലേക്ക് അവിടെയുള്ള മുറിയിൽ പൂട്ടിയിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ ക്യാമ്പസിൽ നോമിനേഷൻ നൽകരുത് എന്നുള്ള SFIയുടെ അക്രമരാഷ്ട്രീയം ഏകാധിപത്യ ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഫഹീം ഇബ്രാഹിം, മഹറൂഫ്, മിസബ് ബിൻ സുബൈർ, ഈസാൻ റഹ്മാൻ എന്നിവരും പങ്കെടുത്തു. തലശ്ശേരി കാവമ്പാകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ നിർവഹിച്ചു. കൂട്ടായ പരിശ്രമത്തിലൂടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് സ്കൂളിന്റെ പഠന നിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്നും സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുമെന്നും സ്പീക്കർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യം ഒരു തരത്തിലുള്ള സംഘർഷത്തെയും തെറ്റായ ഡിസിപ്ലിൻ, ഏറ്റവും മികച്ച ഡിസിപ്ലിനുള്ള സ്ഥാപനമായി ഇതിനെ മാറ്റാൻ PTA പിൻബലപ്പെടുന്ന ജനപ്രതിനിധികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും നൽകണം. അങ്ങനെ എല്ലാവരും ഒത്തു പരിശ്രമിച്ചാൽ
ഒരു സംശയവും വേണ്ട, ഈ സ്ഥാപനം ഏറ്റവും മികച്ച സ്ഥാപനമായി മാറും. അതിന് ഇവിടുത്തെ അധ്യാപകരോടും ഇവിടുത്തെ പൊതുസമൂഹത്തോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഭൗതിക പശ്ചാത്തലങ്ങൾ വെച്ച് ബേജാറാനുള്ള കാര്യം, ഇപ്പൊ ഞങ്ങൾ കെട്ടിടം എടുത്തത് ഏത് കെട്ടിടം വേണമെങ്കിൽ അതും തരാൻ തയ്യാറാണ്. ഇനി എത്രയാണോ കെട്ടിടം ഈ കാവുംഭാഗം സ്കൂളിന് ആവശ്യം, അത്രയും കെട്ടിടങ്ങൾ നിർമ്മിച്ചു തരാൻ ഇവിടെ തെമ്മര നൽകാൻ തയ്യാറാണ്. ഞാൻ ഒറ്റ അഭ്യർത്ഥനയാക്കുന്നത്, ഇതിന്റെ ഭൗതിക പശ്ചാത്തലം ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ, ഇവിടുത്തെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗത്ത് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാക്കണമെന്നാണ്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ അധ്യക്ഷയായി. ചടങ്ങിൽ സ്കൂളിലെ പ്രതിഭാശാലികളെ അനുമോദിച്ചു. രൂപ നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നമ്രത പിക്കുള്ള ഉപഹാരം അമ്മ. കാവുംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതിക്കായി 2 തവണകളിലായി 2 കോടി രൂപയാണ് അനുവദിച്ചത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി രഞ്ജുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ പി കെ ഗിരീഷ് മോഹൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ്, വാർഡ് കൗൺസിലർമാരായ സി പി അനിത, ടി കെ സാഹിറ, വി മജ്മ, അഡ്വക്കേറ്റ് മിലി ചന്ദ്ര, പി കെ സോന, എൻ മോഹനൻ, വി ഷീജ, സി പ്രശാന്ത്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള, തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ പ്രശാന്ത്, സമഗ്ര ശിക്ഷ കേരളം തലശ്ശേരി നോർത്ത് BPC എ കെ ചന്ദ്രമോഹൻ, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ പി മുരളീധരൻ, മുൻ പ്രിൻസിപ്പൽ വിനോദ് നന്ദിത്ത്, മുൻ ഹെഡ് മിസ്ട്രസ് ലതാബായ്, ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി പി സന്തോഷ്, ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി പി സതീഷ്, പ്രധാന അധ്യാപിക കെ പി റസലി, എ സി മനോജ്, അഡ്വക്കേറ്റ് വി രത്നാകരൻ, അരവിന്ദാക്ഷൻ, എ വത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പിനടുത്ത കിണബക്കലിൽ വീട്ടിന് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. വീട് അപകടാവസ്ഥയിലായി. കയനാട് റോഡിൽ ഗുരുക്കന്മാർ മഖാമിന് സമീപം ബൈത്തുൽ ഹുദയിൽ അലിക്കുട്ടി ദാരിമിയുടെ വീടിനോട് ചേർന്ന കിണർ സമീപത്താണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. കയനാടം റോഡിൽ ഗുരുക്കന്മാർ മഖാമിന് സമീപം ബൈത്തുൽ ഹുദയിൽ അലിക്കുട്ടി ദാരിമിയുടെ വീടിനോട് ചേർന്ന കിണറിന് സമീപമാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. മുൻവശത്തെ ഇന്റർലോക്ക് ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ്. കിണറിന്റെ അടിഭാഗത്ത് വരെയുള്ള ഭാഗത്ത് മണ്ണിടിഞ്ഞ് ഗുഹ പോലെയാണുള്ളത്. വീട് അപകടാവസ്ഥയിൽ ആയതിനെ തുടർന്ന് വീട്ടുകാരെ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കുറ്റപ്പെടുത്തി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നയത്തിനെതിരെ സംഘടിപ്പിച്ച മാർച്ച് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വികസനത്തിന് ഈ സഹകരണ മേഖല ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തിയ ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകളെ മാറ്റി തീർക്കാൻ കഴിയും. ഭരണരംഗങ്ങളിലടക്കം മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന ചിന്തയോടുകൂടിയിട്ടാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് ഈ സഹകരണ മേഖലകളെ കൈയടക്കാൻ, ഈ സഹകരണ മേഖലയിലെ നിക്ഷേപം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമുള്ളതാണ്. അങ്ങനെയുള്ള സാമ്പത്തിക മേഖലയെ കേന്ദ്ര ഗവൺമെൻറ് കൈയടക്കുക. അങ്ങനെ കൈയടക്കാൻ റിസർവ് ബാങ്കിനെ ഉപയോഗിക്കുക. ഇന്ത്യയിലെ ബ്ലേഡ് കമ്പനികളും സ്വകാര്യ സാമ്പത്തിക ഇടപാടുകാരും അതിന് BJPയുടെ മേലെ സമ്മർദ്ദം ചെലുത്തി BJP ഗവൺമെന്റിനെ കൊണ്ട് സഹകരണ മേഖലയെ ദുർബലപ്പെടുത്താനുള്ള നടപടികൾ കുറേ കാലമായി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിലേക്ക് കടന്നത്. സംസ്ഥാനത്ത് സഹകരണ മേഖല സുപ്രധാനമാണെന്നും എന്നാൽ അത് തകർക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ EP ജയരാജൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് വി വിനോദ് അധ്യക്ഷനായി. നേതാക്കളായ KV പ്രജീഷ്, അരക്കൻ ബാലൻ, MM മനോഹരൻ, K സുജിയ, N അനിത തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ.
നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. ബികോം ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803, 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATUവിൻ്റെ നേതൃത്വത്തിൽ ഏജന്റുമാർ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു.
തലശ്ശേരി ബ്രാഞ്ച് 2 മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രായപരിധി ഉയർത്തുക, മിനിമം SA 1 ലക്ഷമാക്കി പുതിയ പോളിസികൾ ലഭ്യമാക്കുക, LIC AOAയുടെ ചാർട്ട് ഓഫ് ഡിമാൻഡ്സ് അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം നടത്തിയത്. സോണൽ സെക്രട്ടറി PN സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങളോളം കാത്തുനിൽക്കുകയാണ്. ഓരോ റിവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സറണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനത്തിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായി സേവനം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം LICക്കകത്ത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ പോളിസി ഉടമകൾ LICയോട് താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് ഈ LICയുടെ സമ്പത്തും LICയുടെ ഓഫീസുകളും സംവിധാനങ്ങളെല്ലാം ചുടുവിലയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഈ LICയിലെ പോളിസി സമ്മർഷോട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാക്കി മുഴുവൻ സമ്മർഷോട് വർദ്ധിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണക്കാരായ ജനങ്ങൾ പോളിസി എടുക്കാൻ പാടില്ല. 1 ലക്ഷത്തിൻ്റെ സമ്മർഷൻ ഉണ്ടായിരുന്നു, വർദ്ധിപ്പിച്ചു. 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോളിസി എടുക്കാൻ സാധിക്കാത്ത CB സൂരജ് അധ്യക്ഷനായി. AP സാവിത്രി, പ്രസീത, K രവീന്ദ്രൻ, K അജിത് കുമാർ, K സതീശൻ എന്നിവർ സംസാരിച്ചു. പാറക്കടവിനടുത്ത ഉമ്മത്തൂർ SIAS കോളേജിൽ ബിരുദദാന ചടങ്ങ് നടത്തി. സർ സയ്യിദ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ PT അബ്ദുൽ അസീസ് ബിരുദദാന ചടങ്ങ് നിർവഹിച്ചു. അറിവിന്റെ ഉൽപാദനവും വിതരണവും നടക്കുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യം നേടുന്നതെന്ന് ബിരുദദാനം നിർവഹിച്ചുകൊണ്ട് സർ സയ്യിദ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PT അബ്ദുൽ അസീസ് പറഞ്ഞു. പഠനവും പരീക്ഷയും ബുദ്ധിമുട്ടായിത്തീരുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. വരണമെങ്കിൽ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അറിഞ്ഞും മനസ്സിലാക്കിയും പഠിക്കണം. ആ അർത്ഥത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായത്. ഇപ്പൊ സുവോളജി ഡിഗ്രി പഠിക്കുന്ന ഒരാളോട് അയാള് സുവോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും, നമ്മളൊക്കെ മീൻ മുറിക്കുന്ന ആളുകളാണ്, മീൻ കാണുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മീൻ മിക്കവാറും നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾ, ഞാൻ ചോദിക്കട്ടെ, കുറെ മത്തി നമ്മൾ ഉപയോഗിക്കുന്നു, ആൺമത്തിയും പെൺമത്തിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താ അതിന്റെ വ്യത്യാസം? അങ്ങനെ ആലോചിച്ചാൽ മാത്രമേ സുവോളജി പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചുമരിന്റെ മുകളിൽ പല്ലി കാണുന്നു, ആ പല്ലി ആൺപല്ലിയും പെൺപല്ലിയും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വീട്ടിൽ പുതുതായിട്ട് താമസം തുടങ്ങാൻ അതുവരെ ആ വീട്ടിൽ പല്ലി ഉണ്ടാവില്ല. അതേസമയത്ത് താമസം തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് പല്ലി ഉണ്ടാവുന്നു. എന്തുകൊണ്ടാ ചുമരിന്റെ മുകളിൽ പല്ലി ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാ താമസിക്കുന്ന വീട്ടിലേക്ക് പല്ലി ഉണ്ടാവുന്നത്? ഇങ്ങനെ നിങ്ങളുടെ മസ്തിഷ്കത്തെ, നിങ്ങളുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്ന, ആലോചിക്കുന്ന ഒരു ലോകത്തേക്ക് വരുമ്പോഴാണ് ഡിഗ്രി വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ സ്കൂളിലെ പോലെ കാണാപ്പാഠം പഠിച്ച് ഉത്തരം പഠിച്ച് ആ ഉത്തരം എഴുതുന്ന ഒരു വിദ്യാഭ്യാസം ആയിരിക്കരുത് കോളേജ് വിദ്യാഭ്യാസം. അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ബോട്ടണി പഠിക്കുകയാണെന്ന് വെക്കുക. ബോട്ടണി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇലകൾ, ഈ പറയുന്ന ചുറ്റുപാടും കാണുന്ന എല്ലാ ഇലയെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുന്നു. ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് ആലോചിക്കുന്നു. എല്ലാ ഇലയും ഒരുപോലെയാണോ? അല്ലല്ലോ. വെളിന്റെ ഇല എന്ന് പറയുന്ന ചേമ്പിന്റെ ഒക്കെ ഇലയില്ലേ, അതിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നേരോ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം അവിടെ കാണുന്നില്ല, അപ്പൊ തന്നെ അങ്ങ് പുറത്തേക്ക് പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ അത് എന്തുകൊണ്ടാ എന്നുള്ള ആലോചന. എങ്കിൽ ആ ഒരു സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു കുടയുണ്ടായിക്കൂടാ? വെള്ളം അതിന്റെ മുകളിൽ നിൽക്കാത്ത എന്തോ ഒരു സംഗതി അതിനകത്തുണ്ടല്ലോ ആ ഇലയിൽ. ആ ഇലയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ട് അതിനകത്ത് എന്ത് വ്യത്യാസമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങളൊരു പുതിയ കണ്ടുപിടുത്തത്തിലെത്തുകയും ചെയ്യുന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഹമ്മദ് പുന്നക്കൽ നിർവഹിച്ചു. പ്രിൻസിപ്പൽ and well-known reputed personality Dr. Putur Mustafa, Miss Hajisha, who delivered his
welcome speech. Our chief guest, Dr. P.T. Abdul Aziz, retired principal, Surfside College, and made several important contributions to education field and education projects. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫ അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ ടി.കെ. ഫായിസ്, മനോജ് കുമാർ, വി. ഉബൈദ്, ജസ്മിന, അസ്ജ എന്നിവർ സംസാരിച്ചു. ബാമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ആനയടി പ്രസാദ് സംഗീതം നൽകി പി.കെ. ഗോപി രചന നിർവഹിച്ച ഓണക്കിനാവ് എന്ന ഓണപ്പാട്ടിന്റെ ചിത്രീകരണം ആരംഭിച്ചു. പാനൂർ മേഖലകളിലാണ് ചിത്രീകരണം നടക്കുന്നത്. പി.കെ. ഗോപി രചന നിർവഹിച്ച് പ്രവീൺ കുമാർ, അമൃതവർഷിണി എന്നിവർ ചേർന്ന് പാടിയ ഓണക്കിനാവ് ഓണപ്പാട്ടിന്റെ വീഡിയോ ആൽബം ചിത്രീകരണം ആരംഭിച്ചു. പാനൂർ മേഖലകളിലാണ് ചിത്രീകരണം നടത്തുന്നത്. ഡോക്ടർ ശശിധരൻ മാസ്റ്ററുടെ വീട്ടിൽ വെച്ചാണ് സ്വിച്ച് ഓൺ കർമ്മം നടന്നത്. സിനിമ സീരിയൽ താരം രാജേന്ദ്രൻ നായട്ടാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അനിൽ പാരൂരാണ് സംവിധായകൻ. സ്ക്രിപ്റ്റ് ഡോക്ടർ ശശിധരൻ മാസ്റ്ററും, ക്യാമറ കെ പ്രേംജിത്തും, ഓർക്കസ്ട്ര ഡൊമിനിക് മാർട്ടിനും, അസിസ്റ്റന്റ് ഡയറക്ടർ കെ.പി. മുനീറും, PRO പി. സജീവനുമാണ് നിർവഹിക്കുന്നത്. മട്ടന്നൂർ പ്ലസ് 4 അംഗങ്ങൾക്ക് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്ന ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു. മട്ടന്നൂർ പ്ലസ് 4 ഹാളിലാണ് വിതരണോദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ.പി. അനിൽകുമാറിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏരിയ മാനേജർ റോഹൻ റോയ് കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, ലാബ് ടെസ്റ്റ്, റേഡിയോളജിയിലൊക്കെ 15% കിട്ടും. ഇത് രണ്ടിലും ഒരേ ഒരു എക്സെപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻഹൗസ് ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്തുനിന്ന് പല ഡോക്ടേഴ്സും വരുന്നുണ്ട്. കാലിക്കറ്റിലെ ചില ഡോക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും, അവർക്കുണ്ടാവില്ല. അതേപോലെ തന്നെ ചില ടെസ്റ്റുകൾ മാത്രം നമ്മുടെ ഹോസ്പിറ്റൽ ചെയ്യാതെ പുറത്തെ ലാബിൽ ചെയ്യുന്നുണ്ട്. വളരെ റെയറായി വരുന്ന ചില ടെസ്റ്റ്, അതിനും ഈ ഡിസ്കൗണ്ട് ഉണ്ടാകുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ തന്നെ 10% നമുക്ക് IP ആയാലും കിട്ടും. പേഷ്യൻ്റ് അവിടെ സ്റ്റേയിൽ വന്നു കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും. അത് മെഡിസിൻ, കൺസ്യൂമബിളും റൂം റെൻറ്റും മാറ്റി ആ വരുന്ന ബില്ലിലാണ് 10% കിട്ടുന്നത്. പ്രസ് ഫോറം സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി അധ്യക്ഷനായി. PRO സജി ജേക്കബ്, കെ. ഉസ്മാൻ, പി. വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ,
ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ഹൃദയ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന പ്രണയപൂത്താലം എന്ന വീഡിയോ ആൽബത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ചെറുപ്പറമ്പിനടുത്ത ചിറ്റാരത്തോട് ശ്രീക്ഷേത്ര സന്നിധിയിലാണ് പരിപാടി നടന്നത്. സംഗീത അധ്യാപിക ബിന്ദു ടീച്ചർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ശരത് മാറോളിയാണ് സംവിധായകൻ. തിലകൻ ചിറ്റാരത്ത് രചനയും സംഗീതവും ആലാപനവും നിർവഹിക്കുന്ന ഈ ആൽബത്തിന് ഓർക്കസ്ട്രേഷൻ പ്രശസ്ത സംഗീത സംവിധായകൻ പബി കൊയ്യോടും ഛായാഗ്രഹണം ശരത് മിന്നൂസുമാണ് നിർവഹിക്കുന്നത്. യൂണിറ്റ് കോർഡിനേഷൻ യു ബാലചന്ദ്ര മാസ്റ്ററും നിർവഹിക്കുന്നു. സ്വിച്ച് ഓൺ കർമ്മ ചടങ്ങിൽ സത്യൻ ബൊയിലൂർ അധ്യക്ഷനായി. ചിത്രകാരൻ ആർട്ടിസ്റ്റ് സുരേഷ് കണ്ണനും പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി സജീവൻ ചിറ്റാരത്തോടും ആശംസ നേർന്നു. ഈ ആൽബം സംവിധാനം ചെയ്യുന്നത് ഞാനാണ്. അതേപോലെ ഈ ആൽബത്തിന് രചനയും സംഗീതവും ആലാപനവും നടത്തിയത് തിലകേട്ടനാണ്. അതേപോലെ ഈ ആൽബത്തിൽ കഥാപാത്രങ്ങളാകുന്ന വ്യക്തിത്വങ്ങൾ കുറച്ച് പേരുണ്ട്. ഓർക്കസ്ട്ര നടത്തിയത് പബി കൊയ്യോട്ട് അവറുകളാണ്, പവിത്ര മാഷാണ്. അതേപോലെ ഒരുപാട് പേര് നമ്മുടെ ഈ ആൽബത്തിൽ വേണ്ടിയിട്ട് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു തിലകേട്ടൻ്റെ ഒരു സ്വപ്നമാണ്. അതേപോലെ 51ഓളം രചനകൾ തിലകേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആൽബമാണ് ഇവിടെ ഇന്ന് സ്വിച്ച് ഓൺ കർമ്മം നടത്തിയിരിക്കുന്നത്. പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രകൃതിയുടെ ഉപാസകൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം ഈ രചന പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളും അതുപോലെ ഓണാഘോഷത്തിൻ്റെ വരവും അദ്ദേഹത്തിലുണ്ടാക്കിയ ചില ചലനങ്ങൾ ഈ പാട്ടിൻ്റെ വിഷയമായി തീർന്നിരിക്കുക. അതേപോലെ ഇതിന് സംഗീതം നൽകിയതും അദ്ദേഹം തന്നെയാണ്. വളരെ മനോഹരമായ നാട്ടുപാശ്ചാത്തലത്തിലുള്ള ഈണം നൽകുകയും അതിന് കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഓർക്കസ്ട്രേഷൻ ഒരുക്കിക്കൊണ്ട് പവി കൊയ്യോടെന്ന അനുഗ്രഹീത കലാകാരൻ ഇതിന് സപ്പോർട്ട് ചെയ്യാനുണ്ടായത്. അതേപോലെ തന്നെ ഇതിൻ്റെ ദൃശ്യഭംഗി ചോരാതെ പകർത്തുന്നതിന് വേണ്ടിയുള്ള ശരത്ത് മിന്നൂസും അതുപോലെ ഇതിൻ്റെ 4 കോണും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനെ ഭംഗിയാക്കി തീർക്കാൻ ചേതോഹരമായ ഒരു ദൃശ്യാവിഷ്കാരമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നിർവഹിക്കുന്നത് ശരത് മാറോളിയാണ്. അതുപോലെ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഹൃദയ പ്രൊഡക്ഷൻസാണ്. ഇവരൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. തിലകൻ എഴുതിയ മനോഹരമായ ഒരു ഗാനത്തിന് ദൃശ്യാവിഷ്കാരം നൽകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തിലകനെ സംബന്ധിച്ചിടത്തോളം തിലകൻ 51 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായ പ്രകൃതിയെ ഉപാസിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ പ്രകൃതിയെ പറ്റിയും നാടിൻ്റെ അവസ്ഥകളെ പറ്റിയും മനോഹരമായ 51 കവിതകളിലൂടെ
പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുക. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശാസ്ത്രപ്പൻ നേർച്ചവെള്ളാട്ടം കെട്ടിയാടി. നിരവധി ഭക്തർ പങ്കാളികളായി. ചടങ്ങിന് ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ ചിങ്ങമാസത്തിലെ ആയില്യനാളാഘോഷം ഓഗസ്റ്റ് 22-ന് നടക്കും. ആഗസ്റ്റ് 30, 31 തീയതികളിൽ സ്വർണ്ണപ്രശ്നം നടക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് തലശ്ശേരി ഷോറൂമിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. അതിവിശിഷ്ട ആഭരണങ്ങളുടെ അത്യപൂർവ ശേഖരമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആഗസ്റ്റ് 24 വരെയാണ് ബ്രൈഡൽ ഷോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് തലശ്ശേരി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. പാരമ്പര്യവും പ്രൗഢിയും ഒരുമിക്കുന്ന സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത ഹെറിറ്റേജ് ആഭരണങ്ങളുടെ പ്രത്യേക പ്രദർശനവും വിൽപ്പനയുമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസിന്റെ പ്രകാശനം 5 നവവധുക്കൾ ചേർന്ന് നിർവഹിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട്, ഇറ അൺകട്ട് ഡയമണ്ട്, ഡിവൈൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്നിക് ഹാൻഡ്ക്രാഫ്റ്റ് ജ്വല്ലറി, പ്രഷ്യ പ്രഷ്യസ് ജം ജ്വല്ലറി, സോൾ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി എന്നിവയിലെ വശ്യമായ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസാണ് ഇവിടെയുള്ളത്. എത്നിക് കളക്ഷൻ നൌഷാദ് സുവീണയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു. പ്രഷ്യ കളക്ഷൻ ശാന്ത പ്രദീപ് കാർത്തികയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു. മൈൻ കളക്ഷൻ ബീന പ്രകാശ് നന്ദന സന്തോഷിന് കൈമാറി പ്രകാശനം ചെയ്തു. ഇറ കളക്ഷൻ സന്തോഷ് അഞ്ജനയ്ക്ക് കൈമാറി പ്രകാശനം ചെയ്തു. മറ്റൊരു മോഡലായ വിറാസ് പോൾക്കി കളക്ഷൻ ബിജു പാനൂരിലെ ഡോക്ടർ ഷെബിൻ ബാലചന്ദ്രനും കുടുംബത്തിനും നൽകി പ്രകാശനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. നൂറ്റി 150-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ലിയാച്ച് ബാറ്ററീസിൻ്റെ കേരളത്തിലെ 21ാമത് U+ ഫാക്ടറി ഔട്ട്ലെറ്റ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി ടൗൺ ഹാളിന് സമീപം സിദി സാഹിബ് റോഡിലാണ് U+ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി പ്രമുഖർ
ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കമ്പനി പ്രതിനിധികളായ സുരേഷ് കുമാർ, ശ്രീജിത്ത് എന്നിവരും മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മാനേജിംഗ് ഡയറക്ടർ രാഹുൽ ദിവാകറിൽ നിന്നും കെ മനോജ് കുമാർ ആദ്യ പർച്ചേസ് നടത്തി. 2 വീലർ ബാറ്ററികൾ 600 രൂപ മുതലും 3 വീലർ 4 വീലർ ബാറ്ററികൾ 2500 രൂപ മുതലും ഇൻവെർട്ടർ ബാറ്ററികൾ 7500 രൂപ മുതലും എക്സ്ചേഞ്ച് ഓഫറിലൂടെ U+ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഔട്ട്ലെറ്റ് ആരംഭിക്കുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അത് നമ്മൾ 4 വർഷം വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇൻവെർട്ടർ ബാറ്ററീസ് കൊടുക്കുന്നത് 5 വർഷം വാറണ്ടിയോടുകൂടി 7500 രൂപയ്ക്കാണ്. നമ്മൾ ഓൾ ടൈപ്സ് ഓഫ് ബാറ്ററീസ് എല്ലാം ഒരു കൊടുക്കയിലായിട്ട് എല്ലാം എക്സ്ചേഞ്ച് ഓഫറിൽ ഒരു ബെസ്റ്റ് റേറ്റിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ എവിടെയും ഏത് മുനിസിപ്പാലിറ്റിയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റെസ്പോൺസ്, കസ്റ്റമർ സപ്പോർട്ട് നന്നായി കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും തലശ്ശേരിയിലുള്ള കസ്റ്റമേഴ്സും നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. കോൺടാക്ട് നമ്പർ 8075903327. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങത്തൂരിൽ ഓടുന്ന ബസ്സിൽ കണ്ടത്തിരെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർ കൂടി റിമാൻഡിൽ. ഇതോടെ മുഴുവൻ പ്രതികളും പിടിയിലായി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് CN രാമചന്ദ്രൻ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അഭിക്ഷതയുണ്ടെന്നും ജസ്റ്റിസ്. പാറാൽ പൊതുവച്ചേരിയിൽ ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ വാട്ടർ ടാങ്ക് 10 ദിവസത്തിനകം സുരക്ഷാ ഭിത്തി കെട്ടി സംരക്ഷിക്കുകയോ പൊളിച്ചു മാറ്റുകയോ ചെയ്യണം. ഉത്തരവ് ജില്ലാ കളക്ടറുടേത്. തലശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ഉത്തരവ് കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റുമാർ പ്രക്ഷോഭ രംഗത്ത്. തലശ്ശേരി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.